അപ്പൊ ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയില്, അതായത് ആദികടലായി കേട്ടോ. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു 14 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടാണ്. അപ്പം ഈ ഒരു ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു 14 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം ഈ ഒരു വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ കണ്ണൂർ ടൗണിലേക്ക് ഇതുവഴിയും പോവാം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു കൂടിയും കണ്ണൂർ ടൗണിലേക്ക് പോവാം. അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് ബസ് റൂട്ടാണ്. ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ മാത്രമേ ഈ ഒരു പ്ലോട്ടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ മാറി ആദികടലായി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു 14 സെന്റ് സ്ഥലം, അതായത് സ്ക്വയർ ആയിട്ടുള്ള 14 സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ 100 മീറ്ററിന് താഴെ ഈ ഒരു പ്ലോട്ടും റോഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്കുള്ള വഴി പോക്കറ്റ് റോഡിൽ നിന്നും ഏകദേശം 10 അടി വീതിയോട് കൂടി, അതായത് വലിയ വണ്ടി വരാൻ തക്ക വിധത്തിലുള്ള വഴിയും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 14 സെന്റ് സ്ഥലം, സ്ക്വയർ ആയിട്ടുള്ള 14 സെന്റ് സ്ഥലം യാതൊരു വിധത്തിലും അവർ മുറിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ഇല്ല. അപ്പം മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. അതായത് ഈ ഒരു 14 സെന്റ് സ്ഥലം മൊത്തമായിട്ടാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ പെർ സെൻറ്റിന് 4.5 ലക്ഷം രൂപയാണ് ഈ ഒരു പ്ലോട്ടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു നെഗോഷ്യബിൾ റേറ്റും കൂടിയാണ്. ആക്ച്വലി നമ്മുടെ ഈ ഒരു ഏരിയയിൽ പെർ സെൻറ്റിന്, അതായത് ഈ ഒരു ബസ് റൂട്ട് കടലായി ബസ് റൂട്ട് ഏരിയയിലൊക്കെ 5-6 ഒക്കെ പെർ സെൻറ്റിന് ഇപ്പം നടപ്പ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഇതൊരു നല്ല അടിപൊളി പ്രൈസാണ്, നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ആദികടലായിലാണ് ഈ ഒരു 14 സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് റൂട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ നടക്കേണ്ട ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്ലോട്ടിനുള്ളൂ. പിന്നെ നോക്കുവാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും തൊട്ടടുത്തുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ബാങ്ക് ആയിക്കഴിഞ്ഞാലും സൂപ്പർ മാർക്കറ്റ്, അതുപോലെ സ്കൂള്, പള്ളി, അമ്പലം, കോളേജ് എല്ലാം തന്നെ 1/4 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിന്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പിന്നെ നോക്കുവാണെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത്, അതായത് 3-4 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് ഡിസ്റ്റൻസിന്റെ ഉള്ളിലായിട്ട് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ഒക്കെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നല്ല വളക്കൂറുള്ള മണ്ണുമാണ്. അതുപോലെ തന്നെ പിന്നെ വെള്ളത്തിനും ഒരു ക്ഷാമവും ഇല്ലാത്ത ഏരിയ കേട്ടോ. വെള്ളം ഇവിടെ കിണർ കുഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ 20-25-30 കോലിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കിട്ടുവാണെങ്കിൽ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കിട്ടും. നല്ല പാറപ്രദേശമാണ്. അപ്പം ഒരു രീതിയിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആദികടലായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കാട് പിടിച്ചിട്ടുള്ള ഏരിയ ആണ് ഭയങ്കരം. പക്ഷെ ഇവിടെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ താമസിച്ച ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു നാട്ടിലോട്ടും സത്യം പറഞ്ഞാൽ കണ്ണൂർ ഭാഗത്ത് നിങ്ങൾ പോവില്ല എന്നുള്ളതാണ്. മെയിൻലി നല്ല എന്താ പറയാ, കാം ആൻഡ് കൂൾ സൈലന്റ് പ്ലേസ് ആണ്.
അപ്പം തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥലങ്ങളോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. അടിപൊളിയല്ലേ?